മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 500ാമത്തെ എപ്പിസോഡായിരുന്നു ചെയ്തത്. അതിൻ്റെ താങ്ക്സ് ഗിവിങ് എപ്പിസോഡായിരുന്നു. നിങ്ങൾ അതിന് മുമ്പുള്ളതിൻ്റെ കണ്ടിന്യൂഷനാണ് വീണ്ടും ഒന്ന് പറയാൻ പോകുന്നത്. 500ാമത്തെ എപ്പിസോഡായതുകൊണ്ട് ഒരു സെപ്പറേറ്റ് എപ്പിസോഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ലോകത്തെ ജയിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡിൽ നിന്ന് ചിന്തിച്ച. ഒന്ന്, വിശ്വാസം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസമാണ് ലോകത്തെ ജയിക്കുക. രണ്ടാമത് നമ്മൾ പറഞ്ഞു കുഞ്ഞാടിൻ്റെ രക്തം. മൂന്നാമത് സാക്ഷ്യവചനം എന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം. അവിടെ പറയുന്ന സാക്ഷ്യവചനം എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്ഫുൾ ടെസ്റ്റിമണിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ ജയം പ്രഖ്യാപിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം അവൻ്റെ വാഗ്ദത്തങ്ങൾ അടങ്ങിയതാണ്. അതിലാണ് നമ്മൾ ജയം ഡിക്ലെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതങ്ങളിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ നമ്മൾ വീണ്ടും പിന്മാറ്റം വന്നിട്ട് ലോകത്തിൻ്റെ മാലിന്യത്തിൻ്റെ പുറകെ പോകരുത്. അതുകൊണ്ട് അത് വിട്ടോടിയവരെ വീണ്ടും അതിൽ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് അവരെ കൊണ്ടുവരാനായിട്ട് വലിയ പ്രയാസമാണ് എന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ വലിയൊരു സ്വഭാവം നമ്മൾ വരണം. അങ്ങനെ വരുമ്പോൾ ദൈവിക സ്വഭാവം നമ്മളിലേക്ക് വരുമ്പോൾ, ദൈവത്തിൻ്റെ പ്രസൻസിലിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് വരുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം വരുമ്പോൾ നമുക്ക് ആന്തരിക കണ്ണ്, 2 കണ്ണുണ്ട് കേട്ടോ. ആക്ഷരിക കണ്ണും ആത്മീയ കണ്ണും ഉണ്ട്. 2 കണ്ണുണ്ട്. ആത്മീയ കണ്ണിന് ആന്തരിക കണ്ണെന്ന് വേണമെങ്കിൽ പറയാം. ആക്ഷരിക കണ്ണെന്ന് പറയാൻ നിങ്ങൾ കാണുന്ന കാഴ്ച. എന്നാൽ അതല്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ആത്മീയ കണ്ണുണ്ട്. ഈ കണ്ണ് തുറക്കണം, ശരിക്ക് തുറക്കണം. ഈ കണ്ണ് തുറന്നാൽ നമുക്ക് കർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ശരിക്കും. ഇന്ന് ഈ പലരുടെ ഈ ആത്മീയ കണ്ണ് മങ്ങലേറ്റിരിക്കുക. ചിലരുടെ മങ്ങലേറ്റിരിക്കുക, ചിലരുടെ കുരുടായിരിക്കുക. കുരുടായിരിക്കുന്നത് ലേപനം കൊണ്ടുവന്ന് തേച്ച് അത് കണ്ണ് തുറക്കണം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞിരിക്കുക, 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിൻ്റെ കണ്ണിന് വേണ്ട ലേപനം എന്ന് ചെയ്യണം, തുറക്കണം. തുറന്നാൽ നിനക്ക് ചില കാര്യങ്ങൾ കാണാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ പറയാം, ബൈബിളിലുള്ള എക്സാമ്പിളാണ്. അബ്രഹാമിനെയും ലോത്തിനെയും നമുക്കെല്ലാം അറിയാം അല്ലേ? അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തും അവരൊരുമിച്ചായിരുന്നു ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഇടയന്മാർ തമ്മിൽ ചെറിയൊരു പിണക്കം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പുള്ളി തന്നെ ഇങ്ങോട്ടൊന്ന് പറയുകയാണ്, നമുക്കിനിയും ഒരു കശവിശയം ഉണ്ടാവണ്ട, അവിടെ നമുക്കൊന്ന് പിരിയാം. അവിടെ ഒരു പിരിച്ചിലൊക്കെ വന്നു. നമുക്കറിയാം. അതിൻ്റെ കഥയിലേക്ക് ഞാൻ പറയുന്നില്ല. നല്ല അബ്രഹാമിൻ്റെ ഒരു സെലക്ഷൻ, ലോത്തിൻ്റെ ഒരു സെലക്ഷൻ. അബ്രഹാം പറഞ്ഞു, നീ തിരഞ്ഞെടുത്തു, നിനക്കിഷ്ടമുള്ളത് നീ എടുത്തു എന്ന് പറഞ്ഞു. ഇന്ന് ഇത് വലിയൊരു മെസ്സേജാണ്. ഇത് പറഞ്ഞാൽ, ഈ മെസ്സേജുകൾ പറഞ്ഞാൽ ഇത് ഇങ്ങനെ തീരാതെ പോകും. ഇന്ന് സഹോദരന്മാർ തമ്മിൽ പലയിടത്തും പാർട്ടീഷൻസൊക്കെ നടക്കുന്നില്ലേ അല്ലേ? അപ്പൻ്റെ സ്വത്ത് മക്കൾ തമ്മിൽ പാർട്ടീഷൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അടി കേസുകൾ നടക്കുന്ന ഒരുപാട് ഭവനങ്ങളുണ്ട്. അവനത്ത് കൂടുതൽ കൊടുത്തു, എവന് കുറച്ച് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അല്ലേ? അന്ന് പിന്നെ ബ്രദറിനത് പറയാം, ഇങ്ങനെ ആയിരിക്കും പറയാം. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ബ്രദറിനെന്ന് പറയാം, അബ്രഹാമിൻ്റെ സമയത്ത് ഇഷ്ടംപോലെ ഭൂമി ഉണ്ടായിരുന്നു, ഇപ്പം ഭൂമി കുറച്ചല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് 5 സെൻറ്റ് കിട്ടേണ്ടതല്ലേ ഒക്കെ. ശരിയാണ്, ന്യായത്തിന് അതൊക്കെ കിട്ടാം. എന്നാൽ നിങ്ങളുടെയും എൻ്റെയും ദൈവം നിങ്ങൾക്ക് മതിയായിട്ട് തരാനായിട്ട് സർവസമ്പൂർണനാണ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? അബ്രഹാം എക്സാമ്പിളാണ്. അബ്രഹാമിനും ലോത്തിനും ഇഷ്ടംപോലെ വരുമാന മാർഗങ്ങളും കഴുതയും ആടുമാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അബ്രഹാം പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. ലോത്ത് എന്താ സെലക്ട് ചെയ്തേ? SFS സ്കൈലൈൻ മുതലായ നല്ല നല്ല ഫ്ലാറ്റുകൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ
അല്ലെങ്കിൽ ഏറ്റവും നീരൊഴുക്കുള്ളതും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതും കനാൻ പോലുള്ള നല്ല സ്ഥലം, നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള സ്ഥലം. ഒരു പാലക്കാരുടെ ഭാഷ പറഞ്ഞാൽ ഒരു വലിയൊരു വെസല് വേണം ആ റബ്ബറിൻ്റെ ലാറ്റക്സ് ഒന്ന് എടുക്കാനായിട്ട്. ഒന്ന് വെട്ടിക്കഴിയുമ്പോഴത്തേക്ക് ചെറിയ ചിരട്ടയിലൊന്നും നിൽക്കത്തില്ല, വലിയ മൊന്ത പോലുള്ള സാധനം വെക്കണം. അങ്ങനെയുള്ള സ്ഥലം, ഏറ്റവും നല്ല സ്ഥലം സെലക്ട് ചെയ്യും. അതെന്തായിരുന്നു? അവൻ്റെ ആക്ഷരിക കണ്ണായിരുന്നു. അതാ ഞാൻ പറയാനായിട്ട് ഇവിടെ ഉദ്ദേശിച്ചത്. അവൻ്റെ ആക്ഷരിക കണ്ണുകൊണ്ട് അവൻ സെലക്ട് ചെയ്തത് അതായിരുന്നു. അവൻ്റെ ആത്മീയ കണ്ണ് കുരുടായിരുന്നു. എന്നാൽ അബ്രഹാം എന്തുവാ സെലക്ട് ചെയ്തത്? ബാക്കിയുള്ളത് എന്തോ? മരുഭൂമി. അബ്രഹാമിന് മരുഭൂമിയാണ്. അതിന് അബ്രഹാമിൻ്റെ ഈ സ്റ്റാൻഡ് കണ്ടിട്ടാണ് ദൈവം വീണ്ടും അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞ്, നീ കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക, നിൻ്റെ ഈ സ്ഥലമൊക്കെ നിനക്ക് ഞാൻ തരും, നിൻ്റെ മക്കൾ ആകാശത്തിലെ നക്ഷത്രം പോലെയും ഭൂമിയിലെ മണൽ പോലെയൊക്കെ നിനക്ക് തരുമെന്ന് പറഞ്ഞാൽ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നതൊക്കെ പിന്നീട് കാണുന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെ സെലക്ഷൻ്റെ കാര്യം ചോദിച്ചാൽ നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ ആക്ഷരിക കണ്ണുകൊണ്ട് നോക്കിയിട്ടാണ്. വി കനോട്ട് തിങ്ക് ബിയോണ്ട്. പലപ്പോഴും നമുക്കതിന് അപ്പുറമായിട്ട് ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലേ? നല്ലൊരു ജോലി നിങ്ങൾക്ക് കിട്ടി, ആ ജോലി നിങ്ങളുടെ ആത്മീയ ജീവിതം നഷ്ടപ്പെടുത്തിക്കളയും എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കിട്ടിയ ജോലി നിങ്ങളുടെ ആത്മീയ ജീവിതം നഷ്ടപ്പെടുത്തിക്കളയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ജോലി തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആത്മീയ കണ്ണ് തുറന്നതിൻ്റെ എക്സാമ്പിൾ. ലോകപരമായിട്ടെല്ലാം നല്ലതായിരിക്കും, ലോകപരമായിട്ട് നിങ്ങൾക്കെല്ലാം നല്ലതായിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടും. എന്നാൽ പല കോംപ്രമൈസും നിങ്ങൾ ചെയ്തിട്ട് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് വിട്ടോടിയ സാധനത്തിലേക്ക് വീണ്ടും പോയി പിടിക്കുന്ന അനുഭവങ്ങളാണെങ്കിൽ, ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാൽ അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഈ ഒരു ചോദ്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യാനായിട്ട് ചിന്തിക്കേണ്ടത്? നിങ്ങൾക്ക് അങ്ങനൊരു ദർശനമുണ്ടെങ്കിൽ എന്നുവെച്ചാൽ നിങ്ങളുടെ ആത്മീയ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ, ഏത് മരുഭൂമി നിങ്ങൾക്ക് തന്നാലും അത് മലർവാടി ആക്കാനായിട്ട് ദൈവത്തിന് സാധ്യമാകുമെന്ന് വിശ്വസിക്കണം. അതാണ് ആവശ്യമായിട്ടുള്ളത്, അതാണ് ദർശനം ആവശ്യമായിട്ടുള്ളത്. ഏത് മരുഭൂമിയാണെങ്കിലും മലർവാടിയാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്നുള്ളത്. ഒരുപാട് തിന്മകൾ ലോകത്തുണ്ട്, ഒരുപാട് തിന്മകൾ ഇന്ന് ലോകത്തുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഈ തിന്മയെ നമ്മൾ ജയിക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. ഈ തിന്മയ്ക്ക് നമ്മൾ കീഴ്പ്പെടാനായിട്ട് ഒരിക്കലും പാടില്ല. റോമർക്ക് ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലെ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന് പറയുന്നു. നിന്റെ ഹൃദയത്തിൽ നന്മയുണ്ടോ? നിന്റെ അകത്ത് നന്മയുണ്ടെങ്കിൽ ആ നന്മ കൊണ്ട് നീ തിന്മയെ ജയിക്കണം. 1 തെസ്സലോനിക്കർ 5:15 നീ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എന്ന് പറയുന്നു. നിങ്ങളോട് തിന്മ ചെയ്യുന്നവരോട് പകരം ചെയ്യരുത്. അവന് നന്മ വന്നപ്പോൾ നിനക്ക് ഒരു സന്തോഷമാണ് വരേണ്ടത്. നീ ഹൃദയത്തിൽ ഉരുണ്ടുകൂടി അവൻ എന്നോട് ഇത്രയും ചെയ്തതാണല്ലോ, അവനൊരു നന്മ വന്നല്ലോ എന്ന് പറഞ്ഞ് അവന് വേണ്ടി എതിരായിട്ട് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. ഹന്ന ചെയ്ത പോലെ, ഹന്ന പെനീനയ്ക്കെതിരായിട്ടൊന്നും പ്രാർത്ഥിച്ചില്ല. ഹന്ന ദൈവസന്നിധിയിൽ ഹൃദയത്തെ പകരുകയാണ് ചെയ്തത്. നന്മയുള്ളൊരു മനസ്സുണ്ടാകുക ഏറ്റവും പ്രധാന കാര്യം അതാണ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, സ്വർഗത്തിൽ പോയില്ലേലും ഞാൻ അവനോട് ക്ഷമിക്കുകയില്ല എന്ന് പറയുന്ന അനുഭവം നിൻ്റെ ജീവിതത്തിലുണ്ടാകും. അവൻ എന്നോട് പ്രതികാരം ചെയ്തതല്ലേ, ഞാൻ സ്വർഗത്തിൽ പോയില്ലേലും വേണ്ടില്ല, ഞാൻ അവനോട് ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, ശത്രുക്കളോട് ക്ഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പറഞ്ഞ കർത്താവിൻ്റെ പ്രിൻസിപ്പിളിനെതിരാണ് അത്. അതുകൊണ്ട് നമുക്ക് ഇത്രയും ദൈവം പ്രോമിസുകൾ തന്നിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ തിന്മയെ ജയിക്കാനായിട്ട്
നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. 2 പത്രോസ് 3:9 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ചിലർ താമസം എന്ന് വിചാരിക്കുന്നില്ല, കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു എന്നാണ്. ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം, ഇത് ശരിക്കും കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണെങ്കിലും കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ദൈവം നമുക്ക് ഒരുപാട് വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. പഴയ നിയമത്തിൽ അബ്രഹാം വഴി യേശുക്രിസ്തുവിൽ കൂടി ആ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ വന്നിരിക്കുകയാണ്. നമ്മളാരും നശിച്ചു പോകണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ല. നമ്മളെ ആരും പിശാചി പിടിച്ചുകൊണ്ട് പോകണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ല. നമ്മൾ ഒരേ ഒരു കാര്യമാണ് ചിന്തിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്: ഏതെങ്കിലും രീതിയിൽ തെറ്റിലകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൽ മാനസാന്തരപ്പെടണം എന്ന് മാത്രമാണ് പറയുന്നത്. മാനസാന്തരം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെല്ലാം പറഞ്ഞു വന്ന് യോഹന്നാൻ സ്നാപകൻ മാനസാന്തരപ്പെടാൻ പറഞ്ഞു, യേശു മാനസാന്തരപ്പെടാൻ പറഞ്ഞു, പത്രോസ്, പൗലോസ് എല്ലാവരും പറഞ്ഞു മാനസാന്തരപ്പെടണമെന്ന്. മാനസാന്തരപ്പെടുന്ന ഭാവിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടെന്ന് പറയുന്നു. നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇടയൻ്റെ കയ്യിൽ ആടാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത ഈ ദിവസങ്ങളിൽ ഭരിക്കട്ടെ. ഏകാഗ്രതയെ നശിപ്പിക്കുന്ന ആത്മാവ്. ദൈവസന്നിധിയിൽ നമ്മൾ ഏകാഗ്രതയോട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കണം. കാരണം ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. മണവാളൻ്റെ വരവ് ആസന്നമായിരിക്കുന്നതുകൊണ്ട് മണവാട്ടി, ഇസ്രായേലിലുള്ള കല്യാണം, മണവാളിന് വേണ്ടി ഒരുക്കി കാത്തിരിക്കുകയാണ്. കാന്ത തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നവരാണ് അവനോട് മണവറയിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും ഓർക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ഒരുങ്ങിയിരിക്കണം. ഇത് ഡെയിലി ഉള്ളൊരു ക്ലെൻസിങ് പ്രോസസ്സാണ്. നമ്മൾ പാപത്തിൽ അകപ്പെട്ടു പോകാം, പാപത്തിൽ വീഴാം. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതിന് ഒരുക്കം വേണം. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിട്ടുള്ളൊരു ജീവിതമല്ല ഉള്ളത്. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ യേശുവിനോട് ഒന്നുണ്ടായ സ്നേഹമുണ്ട്. അത് അവിടെ തന്നെ ഇരിക്കുകയല്ല, അത് വളർന്നുകൊണ്ടേയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ ഇനി കാലതാമസമില്ല. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ഉത്തരം വരാൻ പോവുകയാണ്. അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ വേണ്ടതായിട്ടുള്ള രൂപാന്തരങ്ങൾ ഈ ദിവസങ്ങളിൽ വന്നു ചേരണം. സക്കറിയാവിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്നു നിന്നു. അറിയാമല്ലോ, പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് വന്നതാണ്. നിൻ്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. സക്കറിയാവ് എന്ന ഈ പ്രാർത്ഥന നിർത്തിയതാണ്. കാരണം സക്കറിയാവിനറിയാം ഇനി ഇതിന് ചാൻസ് ഒന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ആ ഉത്തരം കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തം അവൻ്റെ സമയത്തെത്തും. അത് നമ്മളൊരിക്കലും മറന്നു പോരുത്. നനയാത്ത നേരത്താണ് നീ പ്രാർത്ഥിച്ചതിന് ചിലപ്പം വിഷയം വരുന്നത്. സക്കറിയാവിന് അങ്ങനെയാണ് വന്നത്. അതുകൊണ്ട് ദൈവം ഒരിക്കലും നാം വിചാരിക്കുന്നത് പോലെ, നമ്മളങ്ങനെ വിചാരിക്കും, താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാനുള്ള ഉദ്ദേശിക്കുന്നത്, ഇനിയും താമസമില്ല. ഇതുവരെയും സമയം താമസിച്ചത് നിൻ്റെ നന്മയ്ക്കായിട്ടാണ്. എതിരാളി എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ നന്മയ്ക്കായിട്ടാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന വിഷയത്തിന് കർത്താവിന് ഉത്തരം ദാ വരാൻ പോകുന്നു. അടുത്ത ദിവസങ്ങളിൽ അത് നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ മുമ്പിലെത്തും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തം താമസം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിന് താമസമില്ല. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലെ 17-ാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തകാലം അടുത്തപ്പോൾ, ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തകാലം അടുത്തു. അവിടെ കാണുന്നു, വാഗ്ദത്തകാലം, ദൈവം പറഞ്ഞ വാഗ്ദത്തകാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ചു. ഉടൻ തന്നെ അവിടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള, യോസഫിനെ അറിയാത്ത മിസ്രയീമിൽ രാജാവ് വാണു. അവിടെ ഇസ്രായേൽ മക്കളെ തടങ്കലിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ പിടിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള, പിതാക്കന്മാരെ പീഡിപ്പിക്കാനായിട്ടുള്ള ഒരു പർട്ടിക്കുലർ പദ്ധതി അവിടെ ഉണ്ടാകുകയാണ്. അവിടെയാണ്
മോശയുടെ ജീവിതമൊക്കെ ചിത്രീകരിക്കുന്ന ഭാഗമാണത്. ഞാൻ പറയാനുള്ള കാര്യം, തടസ്സങ്ങളെല്ലാം മാറിപ്പോവുകയാണ്. വാഗ്ദത്തകാലം അടുത്തു. ദൈവം അറിയാതെ ഇനി ഒന്നും നിനക്ക് സംഭവിക്കുകയില്ല. ഇത് നമുക്ക് അറിയണം, നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കണം. ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിച്ച കാര്യം, നമ്മുടെ കണ്ണുകൾ, ആത്മീയ കണ്ണുകൾ ഇന്ന് തുറക്കണം. തിങ്ക് ബിയോണ്ട്, സീ ബിയോണ്ട്. കാണാൻ വയ്യാത്തത് കാണാനായിട്ട് നമ്മൾ പഠിക്കണം. വിശ്വാസമുള്ളവർക്കത് പറ്റും. ദൈവം ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പോവുക. ഞാൻ പ്രാർത്ഥിച്ചതിന് എനിക്ക് ഉത്തരം വരാൻ പോവുകയാണ്. എനിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടാറായി. ഇനിയും കാലതാമസമില്ല. ചിലർ വിചാരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ തന്നെ വാഗ്ദത്തം നിറവേറ്റാനായിട്ട് താമസമില്ല. ഈ വാഗ്ദത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞാനിന്ന് പ്രാപിക്കാൻ പോവുകയാണ്. എത്ര പേർ എന്നെ കേൾക്കുന്നവരിത് വിശ്വസിക്കും? ആ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലെ ജീവിതം ഒരു വിജയമായി തീരുന്നു എന്നെ കാണും. ജീവിതം ഒരു പരാജയമല്ല. നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം ദൈവം ഉത്തരം തരികയാണ്. നിങ്ങൾ ജീവിതത്തിൽ ജയം പ്രാപിക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കും. എവിടെയൊക്കെ പരാജയം വന്നോ അവിടെ എല്ലാം ദൈവം നിങ്ങളെ ഉയർത്തി നിങ്ങൾക്ക് വലിയൊരു വിജയം തരാൻ പോവുകയാണ്. ഈ വിജയം നിങ്ങൾ ആത്മീയ കണ്ണുകൊണ്ടൊന്ന് കാണുക. എവിടെയൊക്കെ തടസ്സം വന്നോ അതെല്ലാം മാറ്റി ദൈവം നിങ്ങളെ വീണ്ടെടുക്കാൻ പോവുകയാണ്. എന്തിനാണിത് ചെയ്യുന്നത്? ദൈവം ചെയ്യുന്നത് ഇനിയെങ്കിലും ആ വാഗ്ദത്ത നാടിലേക്ക്, അല്ലെങ്കിൽ ഇളകാത്ത രാജ്യത്തിലേക്ക് നിങ്ങളെ ദൃഷ്ടി ഉറപ്പിക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ കഴിഞ്ഞ 2-3 എപ്പിസോഡിന് മുമ്പ് പറഞ്ഞ് മീനെല്ലാം നിറഞ്ഞു അല്ലേ, വലയിലെ മീനെല്ലാം നിറഞ്ഞു. യേശുക്രിസ്തു വന്നു, പ്രസംഗിച്ചു, അതിനുശേഷം പടകിലിരുന്ന് പ്രസംഗിച്ചു, മീനെല്ലാം വലയിൽ നിറഞ്ഞു. വലയിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മീനെ നോക്കിയല്ല പത്രോസും യോഹന്നാനും അവിടെ നിന്ന. അവർ പിന്നെ ആ വലയെ ഉപേക്ഷിച്ചു, അവരുടെ ജോലി ഉപേക്ഷിച്ച് യേശുവിനോടൊപ്പം ഇറങ്ങി. അതാണ് പർപ്പസ്. ദൈവം നിങ്ങൾക്ക് നന്മ തരുന്നു, അനുഗ്രഹം തരുന്നെങ്കിലേ അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ ആ വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രയാണത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ പരാജയം വന്നിരിക്കുന്നിടത്തെല്ലാം നീ ജയം കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ 3 എപ്പിസോഡിലായിട്ട് ഞങ്ങൾ ചിന്തിച്ചല്ലോ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെങ്കിലേ കർത്താവെ, അത് ആ സ്നേഹം വളർന്ന് ഒരു മാനസാന്തര അനുഭവത്തിൽ ദിനംപ്രതി ജീവിപ്പാനായി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കുള്ള വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ കർത്താവെ ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കാണുമെന്ന് പറവാനായിട്ടുള്ള ആ വിശ്വാസ കണ്ണിൽ കണ്ടിട്ടത് കാണുമെന്ന് പറവാൻ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ കർത്താവെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളിലും, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിലും കർത്താവെ നീ ഉത്തരം കൊടുക്കാൻ പോകുന്ന ഓർത്ത് സ്തോത്രം. എല്ലാ തടസ്സങ്ങളെയും നീ മാറ്റുന്ന ദൈവമായിട്ട് സ്തോത്രം. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ലല്ലോ. ദൈവം എല്ലാ രോഗങ്ങളിൽ നിന്നും, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും, തലമുറകളുടെ ആവശ്യങ്ങളിലും കർത്താവെ നീ കൂടെ ഇരുന്ന് നടത്തുന്ന ദൈവമായിട്ട് സ്തോത്രം. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. അപ്പോഴേ നമ്മൾ എങ്ങനെയാണ് ജയം പ്രാപിക്കുന്നത് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 3 എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത്. നമ്മളിനി ഓരോ സബ്ജക്റ്റുകളിലേക്ക് നമ്മൾ ഇനി കയറും. തുടർമാനമായി ചിന്തിക്കുക. ഇനി ഏകദേശം ഒരു 20 എപ്പിസോഡുകളൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഡെലിവറൻസ് സീരീസ് എല്ലാം കഴിയും. അത് കഴിഞ്ഞിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ താല്പര്യമില്ല, പേഴ്സണലായിട്ടെങ്കിലും നിങ്ങൾ ആ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ ഞങ്ങൾക്കത് മനസ്സിലാവും. അത് പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ അയച്ചു തരിക. എന്തെങ്കിലും വിളിച്ചറിയിക്കണമെങ്കിൽ നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ രാത്രി നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.